ഇന്ന് അഗസ്തുവിൻ്റെ ബർത്ത്ഡേ ഡേ ആണ്. അപ്പോൾ രാവിലെ അപ്പനും മോനും കൂടി കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാണ്. ഞാൻ പോയില്ല, കാരണം എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റെ ഹാപ്പി മൂഡിലാണ് അഗസ്തു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോസ് ചെയ്തൊക്കെ തരാണ്. ആളെ പിന്നെ ഹാപ്പിയാണ്. അപ്പൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതിൽ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അഗസ്തുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല കേട്ടോ, കാരണം ആരെയും വിളിച്ചു അങ്ങനെയുള്ളതൊന്നുമില്ല. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നന്നായിട്ടാണ് ആഘോഷിച്ചത്. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ചെറിയ രീതി മതി എന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനിങ്. പിന്നെ രാവിലെ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ ഡെക്കോറൊക്കെ കുറച്ചുകൂടി ഒന്ന് ഗ്രാൻഡാക്കി, കുറച്ച് ബലൂൺസൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ഒരു കളർഫുൾ വൈബിലേക്കൊക്കെ ഞങ്ങൾ ആ ഒരു ഡെക്കോറ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അഗസ്തുവിന് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഫസ്റ്റ് ബർത്ത്ഡേക്ക് എങ്ങനെയാണ് ഞങ്ങൾ നന്നായിട്ട് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേക്ക് അവന് ഇപ്പോഴല്ലേ അവനെല്ലാം അറിയുന്നത്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തീമിലുള്ള കേക്ക്, ഫിഷസൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഓഷ്യൻ തീമിലുള്ള കേക്കാണ് ചൂസ് ചെയ്തത്. അത് നമ്മൾ ബേക്സ് ആൻഡ് ഫ്ലേക്സ് ആണ് ചെയ്തത്. ആ ചേച്ചിയുടെ കേക്കാണ് മിക്കവാറും ഞങ്ങൾ ചൂസ് ചെയ്യാറ്, കാരണം നല്ല എമ്മിയാണ് അവരുടെ കേക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്യാറ്. അങ്ങനെ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും അവന് ഓരോരോ പീസ് കൊടുത്തു. എല്ലാവരും കയ്യിൽ നിന്ന് വാങ്ങിക്കഴിച്ചു. കാരണം അത്രയ്ക്ക് ഹാപ്പിയാണ്. അവന് പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യണം, അവന് തന്നെ കട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു ചെറിയ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ദം ബിരിയാണിയാണ് ചെയ്തത്. നമ്മൾ ചിക്കനും ബീഫിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ വെജും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെ ബർത്ത്ഡേ ഡേയിൽ ഞങ്ങളുടെ മാമനും മാമിയും അവരുടെ പിള്ളേരും ഒക്കെ ആയിട്ട് വന്നത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അവരെല്ലാവരുമായിട്ടൊരു നല്ല ഹാപ്പി മൂഡിൽ നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയിൽ അഗസ്റ്റിൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് പോയി. എന്തായാലും ഇനി ബാക്കി വിശേഷമൊക്കെ അടുത്ത വ്ളോഗിൽ. ഓക്കേ.